കൂട്ടുമണീസ് ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം ഒരു 6:20 ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് മുമ്പ് എഴുന്നേറ്റിട്ട് പിന്നെയും മടി പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. ഇപ്പം നമ്മുടെ പണ്ടുള്ളവരൊക്കെ പറയൂലേ, നേരത്തെ വെളുക്കുന്നുണ്ട്, പിന്നെ അതുപോലെ സമയം സന്ധ്യ ആവുന്നതിന് ഇരുട്ടുന്നത് കുറച്ച് താമസിച്ചാണ്, അങ്ങനെയൊക്കെ നമ്മൾ പറയൂലേ. അപ്പോൾ ഇപ്പം ആ ഒരു സാഹചര്യമാണ്. പെട്ടെന്ന് നേരം വെളുക്കും കേട്ടോ. ഒരു 6:45 ആകുമ്പോഴത്തേക്കും ഒരു 8 മണിയായ ഫീലാണ്. നല്ല വെളിച്ചവും വെട്ടമൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ വിചാരിച്ചു, ഡെയിൻമൈൽഫ് എടുക്കുമ്പോൾ ഞാൻ സാധാരണ എപ്പോഴും ഫോൺ ഇങ്ങനെ പിടിച്ച് ഓരോ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് വർത്തമാനം പറഞ്ഞാണ് ചെയ്യുന്നത്. അങ്ങനെ സംസാരിക്കുമ്പോൾ എൻ്റെ പണിയൊന്നും ശരിക്കും നടക്കുകയില്ല, സമയം വെറുതെ പോവുകയും ചെയ്യും. ഇതാവുമ്പോൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യാം, എൻ്റെ പണികൾ കൃത്യമായിട്ട് നടക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റു, പല്ലൊക്കെ തേച്ച് ഒന്ന് മുടിയൊക്കെ ചീകി നേരെ അടുക്കളയിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് വെള്ളം ചൂടാക്കാൻ വയ്ക്കും. അതാണ് ഞാൻ ആദ്യം സാധാരണ ചെയ്യുന്നത്. ഇതിനു മുമ്പ് വീഡിയോ ഇട്ടിട്ടുള്ളതാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മൾ ടാങ്കിൽ വെള്ളം വീഴുന്നതിന് മുമ്പ് മോട്ടർ ഇടുമ്പോൾ നേരിട്ട് പിടിക്കുന്ന വെള്ളം ഞാനിങ്ങനെ കലത്തിൽ പിടിച്ച് വെക്കും കേട്ടോ, നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട്, ചൂടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ എടുക്കുകയാണ്. അതിന് ശേഷം ഞാൻ ചിലപ്പോൾ ജീരകം അല്ലെങ്കിൽ ഉലുവ അല്ലെങ്കിൽ വെളിയിൽ പോയി നമ്മുടെ ഇല്ല പനിക്കൂർക്ക വെച്ച് കൊണ്ടുവരും. ഇപ്പം എനിക്ക് കഥ തുറക്കാനുള്ളൊരു മൂഡില്ലാത്തതുകൊണ്ട് പനിക്കൂർക്ക വെച്ചില്ല. അതിന് പകരം ചെറുജീരകം ഇട്ട് നമ്മൾ വെള്ളം ചൂടാക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രി തന്നെ ഞാൻ എല്ലാ സാധനങ്ങളും അരിഞ്ഞ് പറക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് രാവിലെ വലിയ പണി കാണൂല. അപ്പോൾ ഒരു ഗ്യാസിൽ വെള്ളം ചൂടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അപ്പുറത്തെ ഗ്യാസിൽ ഞാൻ ക്യാരറ്റ് തോരൻ വെക്കുകയാണ്. എണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ചു. അപ്പോൾ ക്യാരറ്റും സാധനങ്ങളൊക്കെ ഞാൻ തലേന്നേ അരിഞ്ഞ് വെക്കും കേട്ടോ. അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കുമ്പോഴത്തേക്കും രാവിലെ അത്രയും സമയം നമുക്ക് പോകുന്നില്ല. പെട്ടെന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതിയല്ലോ. ക്യാരറ്റ് വെന്ത് വന്നപ്പോഴത്തേക്കും തേങ്ങ നമ്മൾ ഒന്ന് ചതച്ചിട്ട് കൊടുത്ത് അപ്പോഴത്തേക്കും നമ്മുടെ ക്യാരറ്റ് തോരൻ റെഡിയായി. പിന്നെ ഇഡലിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി വെള്ളച്ചമ്മന്തി അരയ്ക്കുകയാണ്. തേങ്ങയും സവാളയും അതുപോലെ ഉള്ളി, പിന്നെ നമ്മുടെ ഈ പച്ചമുളക്, 2 പച്ചമുളക്, എനിക്കനുസരിച്ച് പച്ചമുളക് ഇട്ട് നമുക്ക് കുറച്ച് പുളിയും കൂടി ഇട്ട് അരച്ചെടുക്കുമ്പോഴത്തേക്കും വെള്ളച്ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ മുളക് പൊടി ഇട്ട് അരച്ചെടുക്കുന്ന ചമ്മന്തിയേക്കാളും ഇഷ്ടം ഈ വെള്ളച്ചമ്മന്തിയാണ് കേട്ടോ. ദോശയുടെ കൂടെ ആയാലും അല്ലെങ്കിൽ ഇഡലിയുടെ കൂടെ ആയാലൊക്കെ വെള്ളച്ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്. വെള്ളച്ചമ്മന്തി എത്ര ഉണ്ടാക്കിയാലും ഇവിടെ തികയില്ല. അണ്ണൻ ഒരു കിൻഡൽ വേണം. 3 ഇഡലി എടുക്കുന്നെങ്കിലും അത് മുങ്ങി നിൽക്കണം വെള്ളച്ചമ്മന്തി. അപ്പോൾ ഇഡലി പാത്രമൊക്കെ വെച്ച് വെള്ളം തിളപ്പിച്ചതിന് ശേഷം മാവിനകത്ത് ഉപ്പിട്ടൊക്കെ എടുത്ത് പെട്ടെന്ന് കോരി ഒഴിച്ച് ആവി ഏറ്റിയെടുത്താൽ നമ്മുടെ ഇഡലിയും റെഡി. അപ്പോൾ പണി ഓരോ സംഭവം കുക്ക് ചെയ്ത് ഗ്യാസ് മാറ്റുമ്പോഴത്തേക്കും ആ ഗ്യാസിൽ തന്നെ അടുത്തടുത്ത സാധനങ്ങൾ ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ കടുക് വറുത്ത് വെച്ചപ്പോഴത്തേക്കും വെള്ളച്ചമ്മന്തിയും റെഡി. സത്യം പറഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ വളരെ ഈസിയാണ് കേട്ടോ. വീഡിയോ ഓഫാക്കിയിട്ടാണ് ഓരോന്ന് അരയ്ക്കാൻ പോകുന്നതും എടുക്കാൻ പോകുന്നതൊക്കെ. അപ്പോൾ വീഡിയോയുടെ പിന്നിലുള്ള കഷ്ടപ്പാടുകൾ എല്ലാ അമ്മമാർക്കും അല്ലെങ്കിൽ വീട്ടമ്മമാർക്കും ജോലിയുള്ള അമ്മമാർക്കും അടുക്കളയിൽ കയറുന്ന അമ്മമാർക്കൊക്കെ അറിയാം അല്ലേ. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി രസം വെച്ചതാണ് കേട്ടോ. തലേന്നേ രസം വെച്ചാൽ പിറ്റേന്ന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ നമ്മുടെ മോര് കറിയും നമ്മൾ പറയാറില്ലേ, ഒരു ദിവസം പഴകുമ്പോഴാണ് ടേസ്റ്റ് എന്ന്. പിന്നെ എല്ലാ വീഡിയോസിലും കമൻറ്റ് കാണാറുണ്ട് എങ്ങനെയാണ് രാവിലെ ചോറ് റെഡിയാവുന്നത്. ഇതുപോലെ റൈസ് കുക്കറിൽ പകുതി വേവിച്ച് ഇറക്കി വെക്കും. അതിനുശേഷം രാവിലെ ഞാൻ ചോറ് വടിച്ചിട്ട് പൊരിച്ചിറക്കിയ നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഓരോന്ന് കുക്ക് ചെയ്യുമ്പോഴും ഗ്യാസിന് അവിടെയൊക്കെ എന്തെങ്കിലും വീഴുമ്പോൾ അപ്പം എനിക്ക് തൂത്ത് മാറ്റണം. അതെൻ്റെ ഒരു സ്വഭാവമാണ് കേട്ടോ. അമ്മ പറയും അവസാനം വൃത്തിയാക്കിയാൽ മതി, പക്ഷേ എനിക്ക് അങ്ങോട്ട് എന്തോ പോലെയാണ്. അപ്പോൾ ചോറ് പൊരിച്ചിറക്കിയതിന് ശേഷം പൊന്നൂസിനെയും മോനൂട്ടനെയും കുളിപ്പിക്കാനുള്ള വെള്ളം വെച്ചു. സ്കൂളിൽ പോകുമ്പോൾ 2 പേർക്കും ചൂടുവെള്ളത്തിൽ തന്നെ കുളിക്കണം, അല്ലെങ്കിൽ ഭയങ്കര മടിയാണ്. സ്കൂളില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, ഉറക്കമൊക്കെ എണീറ്റ് പച്ചവെള്ളത്തിൽ കുളിച്ചോളും. അപ്പോൾ പൊന്നൂസിനും മോനുകുട്ടനും ഇന്ന് സ്നാക്സ് ആയിട്ട് ഞാൻ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട്, മോനുകുട്ടന് വൈറ്റ് ചോക്ലേറ്റ് ആണ് ഇഷ്ടം, പൊന്നൂസിന് പീനട്ട് ബട്ടറും. അപ്പോൾ അത് ഒന്ന് തേച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മോനുകുട്ടനാണെങ്കിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഒന്നും വേണ്ട കേട്ടോ. നമുക്കിപ്പം ബ്രേക്ക്ഫാസ്റ്റിനൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും മോനുകുട്ടൻ ഇങ്ങനെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട്, നമുക്കൊന്നും തേക്കാൻ ജാം അവന് ഇഷ്ടമല്ല, അല്ലെങ്കിൽ നമുക്ക് പീനട്ട് ബട്ടറും ഇഷ്ടമല്ല, വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും നെയ്യിൽ ചുമ്മാ ഒന്ന് ചുട്ടെടുത്താലും മോനുകുട്ടൻ കഴിച്ചോളും. അപ്പോൾ സാധാരണ അണ്ണനാണ് പെട്ടെന്ന് എനിക്ക് അടുക്കളയിൽ ജോലി ഉണ്ടെങ്കിൽ മക്കളുടെ ഡ്രസ്സൊക്കെ തേച്ച് സെറ്റാക്കും. പക്ഷേ ഇന്ന് എനിക്ക് പെട്ടെന്ന് ജോലിയൊക്കെ ഒതുങ്ങിയോണ്ട് അണ്ണൻ ഉറക്കം എണീറ്റില്ല. കുറച്ച് നേരം കൂടെ കഷ്ടം ഉറങ്ങട്ടെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും ഞാൻ തന്നെ പെട്ടെന്ന് തേച്ചു. അപ്പം ഇന്നിടാനുള്ളതൊക്കെ തേച്ച് സെറ്റാക്കിയതിന് ശേഷം കുറച്ച് സമയം നോക്കിയപ്പോൾ ഒരു 10-15 മിനിറ്റും കൂടെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അണ്ണ ഉറങ്ങട്ടെ. ആ സമയം ഞാൻ വന്ന് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെയും യൂട്യൂബ് സ്റ്റുഡിയോയിലൊക്കെ നോക്കുകയാണ് നമ്മുടെ വീഡിയോ ഓടിയോ ഇല്ലയോ. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെയൊക്കെ നല്ല നല്ല കമൻസിനൊക്കെ റിപ്ലൈ കൊടുക്കും. അതൊക്കെ കുറേ നേരം വായിച്ചൊക്കെ നോക്കിയിരുന്നു. അപ്പോഴാണ് എനിക്ക് കഴുത്ത് ഭയങ്കര വേദന. അത് കഴിഞ്ഞിട്ട് അണ്ണനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പൊന്നൂസും മോനുകുട്ടനും അണ്ണനും ഭയങ്കര ഉറക്കമാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ സമയത്ത് എഴുന്നേറ്റ് ശീലിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്ക് ഓഫുള്ള ദിവസം, ഒരു സൺഡേ ആണെങ്കിൽ പോലും ആ സമയത്ത് നമുക്ക് ഉറക്കം വരില്ല. കൃത്യസമയം നമ്മൾ എണീറ്റിരിക്കും.
അപ്പോൾ ഇതേ ലഞ്ച് ബോക്സ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ റിംഗ് ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് വെക്കുവാണ്. ഈ സ്ഥലത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം, ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ്. അന്നേരത്തേക്കും അണ്ണൻ എഴുന്നേറ്റ് ബാത്റൂമിൽ പോകുന്ന ആ സമയത്താണ് ഞാൻ നമ്മുടെ ലഞ്ച് ബോക്സ് വീഡിയോ ഒക്കെ സെറ്റാകുന്നത്. അവിടെ എൻ്റെ കൈ എത്തുന്ന ദൂരത്തെ എല്ലാ സാധനങ്ങളും ഞാൻ ആദ്യം തന്നെ എടുത്തു വയ്ക്കും. ചോറും തോരനും അതുപോലെ നമ്മുടെ ചമ്മന്തിക്കറി ആയാലും രസമായാലും എല്ലാം എൻ്റെ കൈ എത്തുന്ന ദൂരത്ത് വേണം. അതുകൊണ്ട് ഞാൻ എല്ലാം അവിടെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടേ വീഡിയോ ഓണാക്കും. അപ്പോൾ ദേ പൊന്നൂസിന് ചോറ് ക്യാരറ്റ് തോരൻ വെച്ചു, പൊന്നൂസിന് മുട്ട പൊരിച്ചത് വെച്ചു. പൊന്നൂസിന് മുട്ട പൊരിക്കുമ്പോൾ ഈ വെള്ളയും മഞ്ഞയും മാറി മാറി കിടന്നാൽ പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് നല്ല കലക്കണം. അപ്പോൾ ദേ മല്ലിയിലൊക്കെ ഇട്ട് വെച്ചാൽ നല്ല അടിപൊളി രസമാണ് കേട്ടോ. പിന്നെ ഒരു ദിവസം പഴക്കമുള്ളതുകൊണ്ട് നല്ല പുളിയും ടേസ്റ്റും ഉണ്ട്. പിന്നെ നമ്മുടെ മൂന്നുകുട്ടന് ഇഡ്ഡലിയാണ് കേട്ടോ. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, പറഞ്ഞ പോലെ ഞാൻ എന്തിനേതൊക്കെ പറയുന്നത്, നിങ്ങൾ കണ്ടല്ലേ ഞാൻ കുക്ക് ചെയ്യുന്നത്. എൻ്റെ കാര്യം. അപ്പോൾ ഇഡലിയും വെള്ളച്ചമ്മന്തിയും സെറ്റ്, ലഞ്ചൊക്കെ അപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ സ്നാക്സ് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുത്തു. അതിനകത്ത് മൂന്നുകുട്ടന് വൈറ്റ് ചോക്ലേറ്റ്, ഒരു 2 ബ്രെഡ് ആയപ്പോഴത്തേക്കും സ്നാക്സ് റെഡി. ഇന്ന് നട്ട്സ് ഒന്നും ഇല്ലായിരുന്നു, നട്ട്സ് എല്ലാം ഇരുന്നതൊക്കെ തീർന്നു പോയി കേട്ടോ. പൊന്നൂസിന് ബ്രെഡും അതിൻ്റെ കൂടെ പീനട്ട് ബട്ടറും തേച്ച് പൊന്നൂസിനും സെറ്റായിട്ടുണ്ട്. ഇനി നമ്മുടെ പൊന്നൂസിനെയും മോനുക്കുട്ടനെയും വിളിച്ചെണീപ്പിക്കണം. അണ്ണനാണ് കുളിപ്പിക്കുന്നത് കേട്ടോ. അതിലെനിക്ക് റോളില്ല. അണ്ണൻ കുളിപ്പിച്ച് സെറ്റാക്കി എടുക്കും. പിന്നെ പൊന്നൂസിന് കണ്ണൊക്കെ എഴുതി കൊടുക്കണം, അതിനെ മുടിയൊക്കെ കെട്ടി കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ മോനുക്കുട്ടനെ അണ്ണ ഒരുക്കിക്കോളും, വലിയ പാടൊന്നും ഇല്ലല്ലോ. ഷർട്ട് ഇട്ട് പാൻറ്റ് ഇട്ട് കോട്ട് ഇട്ട് കൊടുത്താൽ മോനുക്കുട്ടനും സെറ്റായി. ആ സമയത്തേക്കും ഞാൻ ലഞ്ച് ബോക്സ് എല്ലാം ലഞ്ച് ബാഗിനകത്ത് എടുത്ത് വെച്ച് ടർക്കിയൊക്കെ വെച്ച് ബാഗൊക്കെ സെറ്റാക്കി ഡൈനിങ് ടേബിളിൻ്റെ മണ്ടയിൽ കൊണ്ടുവയ്ക്കും. പിന്നെ ഇന്നലെ ട്യൂഷന് കൊണ്ടുപോയിട്ടുള്ള ടെക്സ്റ്റൊക്കെ ട്യൂഷൻ ബാഗിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ടൈം ടേബിൾ നോക്കിയിട്ട് അവരുടെ സ്കൂൾ ബാഗിലോട്ട് എടുത്ത് വെക്കണം. പിന്നെ പൗച്ച് എങ്ങനെ മറന്നുപോയാൽ പിന്നെ അതൊരു പണിയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി എടുത്ത് വെക്കും. ഞാൻ ചില സമയം ആലോചിക്കും, സത്യം പറഞ്ഞാൽ പണ്ട് ഞങ്ങളുടെ അമ്മ എല്ലാം എടുത്ത് വെച്ചോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ പൊന്നൂസ് മോനൂട്ടനെ എന്നോടാണ് ചോദിക്കുന്നത്, അമ്മ എടുത്ത് വെച്ചായിരുന്നോ ടൈം ടേബിൾ? ഞാനാണ് എല്ലാം എടുത്ത് വെക്കേണ്ടത്. പിന്നെ എനിക്ക് അവർ ചിലപ്പോൾ എടുത്തില്ലെങ്കിലോ മാറിപ്പോയില്ലെങ്കിലോ എന്നുള്ളൊരു ടെൻഷൻ കാരണം എനിക്ക് തന്നെ എടുത്ത് വെച്ചാലേ എനിക്കും ഒരു തൃപ്തിയുള്ളൂ കേട്ടോ. അങ്ങനെയാണ് എൻ്റെ സ്വഭാവം, എന്താ ചെയ്യാനാണ്. അപ്പോൾ ഞാൻ അതൊക്കെ സെറ്റാക്കി ബാഗും ഡൈനിങ് ടേബിളിൻ്റെ മണ്ടയിൽ കൊണ്ടുവച്ചു. അപ്പോഴത്തേക്കും അണ്ണൻ എണീറ്റു. കുഞ്ഞുങ്ങളെ വിളിച്ചിട്ടില്ല ഇതുവരെ കേട്ടോ. അണ്ണൻ പിന്നെ എൻ്റെ അടുത്ത് എന്നെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കളിയാക്കി കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കുക. പൊന്നൂസിനെ മൊണ്ടനെ വിളിക്കുന്ന അണ്ണൻ പറഞ്ഞാൽ ഞാൻ പറയും ഒരു 10 മിനിറ്റും കൂടെ ഉറങ്ങട്ടുണ്ടെന്ന്. കാരണം രാത്രി കിടന്ന് കളിയാണ് രണ്ടുപേരും. പിന്നെ സ്കൂളിലൊക്കെ പോയ ക്ഷീണമല്ലേ. രണ്ടുപേരെയും എടുത്തുകൊണ്ട് വന്ന് നമ്മൾ സെറ്റിയിലിരുത്തിയാലും മോനുക്കുട്ടന് പിന്നെ എൻ്റെ നെഞ്ചത്ത് കിടന്ന് വേറെ ഒരു ഉറക്കമുണ്ട്. പൊന്നൂസ് സെറ്റിയിലും കിടന്നുറങ്ങും. ഒരു 10 മിനിറ്റ് ഇവിടെയും കിടന്നുറങ്ങിയതിന് ശേഷമാണ് രണ്ടിനെയും കൊണ്ടുപോയി കുളിപ്പിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ കിങ്ങിണി പെണ്ണ് വന്ന് നിൽപ്പുണ്ട്. കിങ്ങിണി ചുണ്ടിൽ പെണ്ണാണ്. മിക്ക ഷോർട്ട് വീഡിയോസിലും നമ്മുടെ കുട്ടി സബ്സ്ക്രൈബേഴ്സൊക്കെ ചോദിക്കും പൂച്ച എവിടെയെന്ന്. എവിടെയും പോയിട്ടില്ല. 3 നേരം അല്ലെങ്കിൽ 7 നേരമൊക്കെ വരും കഴിക്കാനായിട്ട് കേട്ടോ. മീനില്ലെങ്കിൽ ചുമ്മാ നിന്ന് കരയും. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ നമ്മൾ പാല് മേടിച്ചോണ്ടല്ലോ, അത് ഒരു കൊച്ചു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്ത് സെറ്റാക്കി എടുക്കും. അല്ലാതെ എന്ത് ചെയ്യാനാണ്. മോനോട്ട് എന്തോ കഴിക്കുന്നതെന്ന് പറ. ബ്രെഡ് വൈറ്റ് ചോക്ലേറ്റ്. പൊന്നൂസ് കിങ്ങിണി എടുത്ത് പൊന്നൂസ് എന്താ കഴിക്കുന്നേ? പീനട്ട് ബട്ടറും. ബ്രെഡും പീനട്ട് ബട്ടർ. പൊന്നൂസിൻ്റെ മുടി ഉണങ്ങിയിട്ടില്ല കേട്ടോ, അതുകൊണ്ട് കെട്ടിക്കൊടുത്തില്ല. ജസ്റ്റ് ഒന്ന് ചീവിട്ട് ബോ വെച്ച് കൊടുത്തു. ഭയങ്കര മഴ പുറത്ത്, അതുകൊണ്ട് കാരണം കാറി കൊണ്ടാക്കണം. ഭയങ്കര മെനക്കേടാ. സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഭയങ്കര വണ്ടിയൊക്കെ ആയിരിക്കും കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഞാനിനി മേലെ വണ്ടി കയറരുതെന്ന് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? പൂച്ച എങ്ങനെ കയറി കാരണം മണ്ടേ ഇരുന്നിട്ട് ഈ ജനൽ വഴി നമ്മുടെ ബാത്റൂമിൽ കയറും കേട്ടോ. ഇതാണ് അണ്ണൻ്റെ ഈ ബാഗ് കിട്ടുന്നത്. അതൊക്കെ പഠിക്കുക, അവർക്കറിയാം. വേഗം കഴിക്കും മക്കളെ. ഇനി കണ്ണെഴുതി തരാം. കറണ്ടില്ല ഫ്രണ്ട്സ്. രാവിലെ ഭയങ്കര മഴയായതുകൊണ്ട് കറണ്ട് പോയി കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ ഫുള്ള് ഇരുട്ട്. അതുകൊണ്ട് അങ്ങ് ഡയറക്റ്റായി. അയ്യോ അതാണെന്നേ. രാവിലത്തെ കുറച്ച് ബഹളമേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ സൈലൻറ്റ്. മുടി വേണം ചീപ്പെടുത്തണം. ആടെ പൗഡർ ഇരിക്കുന്ന മുഖത്ത്. ഷോക്സ് എടുത്തിട്ടോണ്ട് വാ കണ്ണൻ. കിട്ടിയാ? പൊന്നു വെള്ളം എടുത്ത് കുടിച്ചിട്ട് വാ. വാ വേഗം. ഭയങ്കര ഇരുട്ട്. രാവിലെ കലാപരിപാടികൾ. ഷോക്സ് എന്തേ? പൊന്നൂന്റെ ഷോക്സ് എന്തേ?
മോൻകുട്ടൻ്റെ ഫ്രണ്ട്സ് ഷോക്സ് ഒക്കെ നല്ല പുതിയ ഷോക്സാ വലിയ കുറച്ച് എടാ, ഇതല്ലേ നിനക്ക് ഞാൻ തന്നത്? പ്ലസ് ടു എന്നിട്ട് നീ ഇവിടെ വന്ന് എടുത്തിട്ടോ? പിള്ളേർക്ക് സമ്മാനം കൊടുക്കാൻ പോവാണ്. അത് കണ്ടടി വലിഞ്ഞടി അവന്റെ തന്നെയാ. ആ മോനുകുട്ടൻ്റെ തന്നെയാണേ. ഫ്രണ്ട്സ് ആർക്കെങ്കിലും പൂച്ച എടുക്കാൻ അറിയത്തില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് പൂച്ച എടുക്കുന്നത്. ഈ പെണ്ണ് മാന്തി മാന്തി ഷർട്ടി ചവിട്ടി പോവാ, അതുകൊണ്ടാണ്. എന്ത് വേണേ ആ പെണ്ണിന് ഇഷ്ടമല്ല. നമ്മൾ ആദ്യം ഇങ്ങനെ പിടിച്ചിട്ട് കൈ ഇങ്ങനെ ഇട്ടിട്ട് പുറകിക്കൂടി ഇങ്ങനെ പിടിക്കണം. അങ്ങനെയാണ് പൂച്ച എടുക്കുന്നത്. മാന്തുവാണെങ്കിൽ കാലിൽ ഇങ്ങനെ അമർത്തും. ഉണ്ടാ എല്ലാവർക്കും മനസ്സിലായാലോ പൂച്ച എടുക്കുന്ന രീതി. പൂച്ച എല്ലാവർക്കും എടുക്കാൻ അറിയാം. അവൾക്ക് ഇങ്ങണി കുഞ്ഞാ. കൈ കൊടുക്ക്. കൈതാ അല്ല, നീ വിട്ട് അവിടെ ഇരുത്ത്. കൈ കൊടുക്ക. അവളിവിടെ വന്നു. ഇത് പൊന്നൂസേ 9:15 പെട്ടെന്ന് ശുണ്ടരി. കൈ അമ്മയുടെ കാലില. ഞാൻ പോവാണ്, എന്റെ കിങ്ങിണിയും പഠിപ്പിക്കാൻ പോവാണ്. അല്ലേ കിങ്ങിണി? പഠിപ്പീര് കൊണ്ടുപോയി വാ, പഠിപ്പിക്കാം. ഇറങ്ങ്. അവിടെ താഴെ വെച്ചിട്ട് വാ, സമയായി. പോ. ഇറങ്ങുവാ. ഇനി ബാ. റൂമിലൊന്നും പറ്റത്തില്ല. ആ കഥ ഇങ്ങോട്ട് അടക്കി. അയ്യോ. ഞാൻ വെക്കാതെ ഞാനും നോക്കട്ടെ. പൂച്ചയെ തൊടാത്ത ആളാ. പൂച്ചയെ തൊടുന്നത് ഇഷ്ടമല്ല. പൂച്ചയ്ക്ക് തന്നെ അതിശയമേ. ഇത് ആരാ എടുത്തേന്ന്, ആരാ നിന്നെ തൊട്ടേന്ന്. ഗർവിച്ചു പോയി. ഇനി ആരാ ഇഷ്ടം? പൂച്ച പേടില്ല. പൂച്ച പേടിയാന്ന്. വേഗം ചൂട് കണ്ണ. സമയം ഒരുപാടായി. നമ്മൾ വീഡിയോ എടുത്തെടുത്തിരുന്ന ഇതാ പ്രശ്നം. ചില കാര്യങ്ങളൊന്നും നടക്കില്ല. എനിക്ക് വീഡിയോ എടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഷൂട്ട് കൊടുക്കാം, ഷോർട്സ് ഇട്ട് കൊടുക്കാം. കൈ ഒഴിയണ്ടേ? ആണ് മഴ തോന്നുന്നു കേട്ടോ. പാല് കൊടുത്തണ്ണേ. മഴ തോന്നുന്നു ഫ്രണ്ട്സ്. വെയിലും വന്നു കേട്ടോ. എന്തൊരു കാലാവസ്ഥയാണ്, പെട്ടെന്ന് മാറുന്നേ. അതുകൊണ്ട് ഇതേ കാറിന്ന് സ്കൂട്ടിയിലോട്ട് ഇറക്കാം. കാറിൽ പോയാലേ ഇവരെ സ്കൂളിൽ അവിടെയൊക്കെ എത്തുമ്പോൾ ഭയങ്കര ട്രാഫിക് ആട്ടോ. ഒരുപാട് വണ്ടികളും ഒക്കെ ആയിട്ട്. അതെ, അന്നേരം നമുക്ക് സ്കൂട്ടിയിൽ തന്നെ പോകുന്നേ നല്ലത്. കാർ ഇടാൻ സ്ഥലം കിട്ടത്തില്ല. ദേ കാറിന് ബാഗൊക്കെ എടുത്ത്. അതെ ഷോ. നന്നാവട്ടെ. അത് മോനോട്ടെ ബാഗ്. അല്ലെ പൊന്നൂസ് ബാഗ് പിടിക്കേണ്ടി വരും കേട്ടോ. സൈഡിൽ തൂക്കിയിടുമ്പോൾ ഈ ബാഗ് ഭയങ്കരമായിട്ട് തൂങ്ങിക്കിടക്കും. അപ്പം മഴയല്ലയോ, വെള്ളവും ചെളിയൊക്കെ തെറിക്കും. ഇത് ഷിഞ്ചിനി അതൊക്കെ ആണ്. മഴയായി പോച്ച കളിക്കാൻ തുടങ്ങി. മാറി നിക്ക്. ടാറ്റാ ടാറ്റ ഉമ്മ 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 കൊടുത്തില്ല മോനൂട്ടാ. ടാറ്റ ഉമ്മ. ടാറ്റ. അപ്പോൾ കറണ്ടില്ല. ദേ വാരി വലിച്ചെല്ലാം ഇട്ടേക്കും. അപ്പോൾ ഇനിയത്തെ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ദേ അടുക്കി പറക്കും കാര്യങ്ങളും ഒക്കെയാണ്. അയ്യോ, കറണ്ട് ഇല്ലാത്തതുകൊണ്ട് വെട്ടമേ ഇല്ലല്ലേ. കട്ടൻ മാറ്റാം. അപ്പോൾ ഇനി കട്ടിലൊക്കെ വിരിച്ചിടണം, ജോലിയുണ്ട്. പിന്നെ ഞാൻ എന്നെ കാണിക്കാതെ ഞാൻ ഒരു കോലത്തിൽ ഇങ്ങനെ നിൽക്കും കേട്ടോ. അതുകൊണ്ടാണ് അതെ എല്ലാം വാരി വലിച്ചൊക്കെ ഇട്ടേക്കും കേട്ടോ. അപ്പോൾ ഇനി തൂക്കണം, തുടയ്ക്കണം. പിന്നെ നമ്മളിപ്പോൾ കുക്ക് ചെയ്ത 1-2 പാത്രങ്ങളും നമുക്ക് കഴുകാനുണ്ട്. അതൊക്കെ ഉള്ളൂ. അങ്ങനെ എനിക്ക് തല ഇറങ്ങുന്നു ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം നമ്മുടെ ലഞ്ച് ബോക്സ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം കേട്ടോ.
അപ്പോൾ ദേ ഞാനും കിങ്ങിണിയും പൊന്നൂസിനെയും മോൺമുട്ടനെയും കാത്തിരിക്കുവാണ്. എൻ്റെ ജിഞ്ചിരി മുനി ആരെ എൻ്റെ ആര് ഐസ്ക്രീമോ മാംഗോ ബാറോ ആര് മേടിച്ചു തന്നെ? എന്ത് പറ്റിയെണ്ണേ മാംഗോ ബാർ വാങ്ങിച്ചു കൊടുക്കാൻ? അതല്ല, സാധാരണ ഇന്നലെ ഇവന് പിന്നെ ചെറിയ ചൂടാണെന്ന് പറഞ്ഞ അണ്ണൻ ഫ്രിഡ്ജിൽ ഇരുന്ന ചെറിയ ബോൾ ഐസ്ക്രീം കഴിക്കാൻ സമ്മതിച്ചില്ല. അതാണ് ഞാൻ ഐസ്ക്രീം. പ്ലീസ് എത്തായോ? ഏത് പ്ലീസാ? ഇല്ല, അത് ഇപ്പോഴും ഫ്രിഡ്ജിൽ ഇരിക്കും. അതാ ഞാൻ ചോദിച്ചത്. അത് കൊടുക്കാത്ത അത്ത ഇപ്പൊ എങ്ങനെ മാംഗോ ബാർ വാങ്ങിച്ചു? ഇരക്ക് എങ്ങനെയാണോ? ഇനി എന്റെ ചെലുകുനാണോ? എന്റെ ചെലുകുനേ പൊട്ടിച്ചേരാ. അയ്യോ എനിക്കൊരു കണ്ണി. ഐസ്ക്രീം നിന്നോണ്ടിരിക്കുകയാണ്. അതും മാംഗോ ബാർ. യൂണിഫോം ഊരാതാ കഴിക്കുന്നതാ. പെട്ടെന്ന് കഴിച്ചിട്ട് എന്നാ ഊരണം. യൂണിഫോത്തിൽ ഇടരുത് കേട്ടോ, കഴിവാൻ പാടാ. ആണോ? എന്നിട്ട് ഞാൻ ഫസ്റ്റ് കാണിച്ചു, പിന്നെ പോകുമ്പോഴും ആണോ ടാറ്റ കാണിച്ചു തന്നെ. ഉടുപ്പിലാക്കണ്ടേ? ഉടുപ്പിലാക്കിയ കഴുകിയേ പോത്തില്ല. അപ്പോൾ ദാണ്ട ഫ്രണ്ട്സ്, ഇവിടെ അടുത്തുള്ള ഒരു ചേച്ചി കൊണ്ട് തന്നെ കേട്ടോ. ഇത് വയനയിലേപ്പം, ഇത് ഉണ്ണിയപ്പം. അമ്മ ഇതെന്തുവാ? പൊരിയാ. ഇത് പായസം, നേർച്ചയുടെ ഉണ്ട് കേട്ടോ. പായസം വേണോ? ഐസ്ക്രീമും പായസം കൂടെയാ. അപ്പം അത് ചെയ്യും. കഴിച്ചോ, കഴിച്ചിട്ട് തരാം. കൊള്ളാമോ? കൊള്ളാമോടി? തൊണ്ടേന്ന് ഇറങ്ങുന്നില്ല. എന്തുവാ? ഉണ്ണിയപ്പം കൊള്ളാം. പൂച്ചയ്ക്കാ കിങ്ങിണി ഉണ്ണിയപ്പം വേണോ? എന്നാ അണ്ണാ കിണ്ണിങ് എടുത്തോണ്ട് ഇവന് പായസം വെച്ച് കൊടുക്കണ്ടേ? അമ്മച്ചി പറ. എന്തായാലും ഇത് കിട്ടിയോണ്ട് വൈകുന്നേരം വേറെ ഒന്നും ഉണ്ടാക്കണ്ട ഇവർക്ക് കൊണ്ടുപോകാൻ. പറഞ്ഞേ. അടിപൊളി. ഞാൻ കഴിച്ചു കൊടുത്തു. പഴമാണോ ഉണ്ടാക്കി? പഴമാ. പഴം അത്ത ഇപ്പൊ തീർക്കും ഇത്. കൊള്ളാം, നല്ല മധുരമുണ്ട്. സാധാരണ യൂണിഫോം ഊരിട്ടാട്ടോ ഇരിക്കുന്നത്. ഇത് വന്ന പാടെ ഐസ്ക്രീം കൊണ്ടല്ലേ വന്നത്. വച്ചു കൊണ്ട നിക്ക. മധുരം ഉണ്ടോ കണ്ണ്? നല്ല മധുരം ഉണ്ട് കേട്ടോ. ഇത് അടിപൊളി പായസം. ഇത് ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചേ ഏത്തക്കാണെന്ന്. അതല്ല കേട്ടോ, മുന്തിരിങ്ങ, വലിയ മുന്തിരിങ്ങ. സാധാരണ എനിക്ക് ഇഷ്ടപ്പെട്ട പായസം അരിപ്പായസം. കൊള്ളാം, അടിപൊളി. എന്ത് കേൾക്കണം? അങ്ങനെ ഞങ്ങളൊന്ന് ഇതെന്തോന്ന് അയ്യോ അങ്ങനെ ഇരിക്കട്ടെ. അങ്ങനെ ഞങ്ങളൊന്ന് ചുമ്മാ പുറത്തൊക്കെ പോയി. അപ്പം ഇന്ന് എന്തെങ്കിലും ചുമ്മാ രാത്രി ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്ന് എനിക്കും അണ്ണനൊക്കെ തോന്നും കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ചിന്ന് മന്തി ഉണ്ടാക്കണം. അങ്ങനെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയി മന്തിയുടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് എല്ലാം വാങ്ങിച്ചുകൊണ്ട് തിരിച്ചു വന്നപ്പം മന്തി ഉണ്ടാക്കാനുള്ള സ്പെഷ്യൽ സംഭവം മേടിച്ചില്ല, ചിക്കൻ. അങ്ങനെ അപ്പോഴത്തേക്ക് കയറി കാറിൽ ഞങ്ങളെല്ലാവരും പോയി. തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ മഴ പെയ്യുന്നു. അപ്പോഴത്തേക്ക് അണ്ണന് കലിയായി ഈ സ്കൂട്ടി പോകണ്ടേ. അപ്പോൾ ബാത്റൂമിൽ കയറി ഇനി മഴയൊക്കെ തോന്നിട്ട് പോയി മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പൊന്നൂസും മോനുക്കുട്ടനും ഇവിടെ കിങ്ങണിയായിട്ട് കളിക്കാൻ. സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇപ്പോൾ ഫോൺ എടുത്തോണ്ടോ മറന്നു കേട്ടോ. നമ്മുടെ ഈ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. അതിവിടെ എപ്പോഴും വെച്ചേക്കും സൂക്ഷിച്ച് നമ്മുടെ ഷോ കേസിൽ. അപ്പോൾ എപ്പോഴും വിളിക്കുന്ന സാധാ ഫോണും കൊണ്ടാണ് പോയത് കേട്ടോ. അന്നേരം ഞാൻ ഓർത്തില്ല. അതുകൊണ്ട് ആ ഭാഗമൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വാങ്ങിച്ച സാധനം കാണിച്ചു തരാമേ. അവന് എപ്പോഴും ഫ്രിഡ്ജിനകത്താണ് അവൻ ഇരിക്കുന്നത്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് തിന്നുകൊണ്ടിരിക്കണം. അപ്പം ഇതൊക്കെയാണ് വാങ്ങിച്ചത് കേട്ടോ. പാല് മേടിച്ചു, തൈര് മേടിച്ചു, പിന്നെ കാണിക്കാം. പൊന്നൂസ് മേടിച്ചതാണ് ഒരു ഗുലാബ് ജാം. പിന്നെ നമുക്ക് ഇന്ത്യ ഗേറ്റിൻ്റെ അരി മേടിച്ചു. അവിടെ മന്തി റൈസ് ഇല്ല, ബിരിയാണി അരി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വലിയ അരിയുടെ എടുത്ത്. പിന്നെ ഇത് ബ്ലാക്ക് ലെമൺ. പിന്നെ ഇത് ഞാൻ സ്നാക്സായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. കുറേ സാധനം പറക്കി ഇങ്ങെടുത്ത്. പിന്നെ അല്ല അതത്രയും. പിന്നെ ഇതെല്ലാം സ്റ്റാറ്, പച്ചമുളക്, തക്കാളി, അണ്ണൻ നാരങ്ങ മേടിച്ചു. പിന്നെ ഇത് കുരുമുളക്, ഇത് മന്തി മസാല, ഇത് നമ്മുടെ മല്ലിയില, ഇതെന്ത് വരുന്നു, ഇത് ക്യാപ്സിക്കം. എത്ര സാധനം മേടിച്ചു. ഇനി അണ്ണൻ ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നാൽ നമുക്ക് പതുക്കെ ഉണ്ടാക്കി തുടങ്ങാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഗുലാബ് ജാം പൊട്ടിച്ചിട്ടുണ്ട്. നമുക്ക് നേരെ ഇതിനകത്തേക്ക് ഒഴിക്കാം.
സ്പൂൺ വെച്ചെടുക്ക്, മോൻകുട്ടനും കൂടെ. ഓ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം ഇവർക്ക് ഈ പഞ്ചസാര വെള്ളം കുടിക്കാനാ ഇവർക്ക് ഇഷ്ടം. പിന്നെ ഗുലാബ് ജാം ഇഷ്ടം. ഷുഗർ സിറപ്പ് കുടിക്കാനാ ഇഷ്ടം. ചോറ് പോണക്ക് നമ്മുടെ ഫോൺ അടിക്കും നമുക്ക് കഴിക്കാൻ. 4 members. Okay, who are they? grandfather, grandmother, grandmother, Okay, grandmother. baby, Baby, grandfather, grandfather. Okay, grandmother. grandmother. അത്രയുള്ളോ? Okay, good. So, മുത്തുമണീസ്. അപ്പോൾ ഇനി നമ്മുടെ മോനുക്കുട്ടൻ്റെ ട്യൂഷൻ ടൈം ആണ് കേട്ടോ. ടീം ഇൻ്റർവെല്ലിൻ്റെ ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ മോനുകുട്ടനെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഓൺലൈൻ ട്യൂഷനാണ് കേട്ടോ. മോനുകുട്ടൻ ലിറ്റിൽ ജീനി കോഴ്സാണ് എടുത്തേക്കുന്നത്. ഇതിൽ തന്നെ 2 കൈൻഡ് ഓഫ് കോഴ്സ് വരുന്നുണ്ട്. പ്രീ കെ ജി കോഴ്സും ലിറ്റിൽ ജീനി കോഴ്സും. പ്രീ കെ ജി കോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും 3 വയസ്സിനും 4 വയസ്സിനും ഇടയ്ക്കുള്ള കുഞ്ഞുങ്ങൾക്കാണ് കേട്ടോ. 1 ഇയർ കോഴ്സ്. ഇത് പഠിപ്പിക്കുമ്പോഴുള്ള മെറ്റീരിയൽ നമ്മളിപ്പം ഉദാഹരണം പറയില്ലേ, ഒരു കളിപ്പാട്ടം അല്ലെങ്കിൽ ഒരു ABCD ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു നമ്പേഴ്സ് ആണെങ്കിലോ അങ്ങനെയുള്ള എന്ത് സാധനങ്ങളാണെങ്കിലും എല്ലാ മെറ്റീരിയൽസും ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ മോനുകുട്ടനിലെ ലിറ്റിൽ ജീനി കോഴ്സിനെ പറ്റി പറയാനാണെങ്കിൽ 3.5 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്കാണ്. ഇതിപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് സ്പെല്ലിങ് അല്ലെങ്കിൽ സൗണ്ട്, ആൽഫബറ്റ്സ്, ലെറ്റേഴ്സ് ഇതെല്ലാം കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കുഞ്ഞിലേ തറവാക്കി കൊടുക്കുകയാണെങ്കിൽ പിന്നെ മുകളിലോട്ട് പോകുന്ന ക്ലാസ്സുകളിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ എനിക്കിപ്പോൾ തന്നെ ഇംഗ്ലീഷിന് പല പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഇത്രയും വളർന്നിട്ടും കാരണം നമ്മൾ കുഞ്ഞിലേ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് എനിക്ക് ഗ്രാമർ മിസ്റ്റേക്കൊക്കെ വരും സംസാരിക്കുമ്പോഴൊക്കെ ആയാലും കേട്ടോ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വരരുതെന്ന് കരുതിയിട്ടാണ് മോനുകുട്ടനെ ഞാൻ ഇതിൽ ജോയിൻ ചെയ്യിപ്പിച്ചത്. കാരണം വെച്ചാൽ ടീച്ചർമാരെന്ന് പറഞ്ഞാൽ അത്രയും ഫ്രണ്ട്ലിയാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ. അവരിപ്പം നമ്മുടെ കുഞ്ഞുങ്ങളുടെ മൂഡ് അനുസരിച്ച് ചിലപ്പോൾ പഠിക്കാനിരിക്കാനുള്ള മൂഡ് കാണില്ല, നമ്മുടെ നിർബന്ധത്തിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ആ മൂഡ് ടീച്ചർമാർ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ക്ലാസ് കൊടുക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും മോനുകുട്ടൻ അങ്ങ് ഹാപ്പി ആവും. ക്ലാസ് തുടങ്ങി കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും മോനുകുട്ടൻ ആക്റ്റീവ് ആവും. അത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സന്തോഷമാണ് കേട്ടോ. പിന്നെ അസസ്മെൻറ്റ് ടെസ്റ്റ് നടത്തിയതിന് ശേഷമാണ് ഇവർ ക്ലാസ്സുകൾ തുടങ്ങുന്നത്. ഇവരുടെ കോഴ്സ് വരുന്നതെന്ന് വെച്ചാൽ പ്രീ കെ ജി കോഴ്സ് ഉണ്ട്, ലിറ്റിൽ ജീനി കോഴ്സ് ഉണ്ട്, ക്ലാസ് റൂം കോഴ്സ് ഉണ്ട്, ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട്, ECPC ഉണ്ട്. പിന്നെ നമുക്ക് വലിയവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സോ ഗ്രാമർ ക്ലാസ് അങ്ങനെ എന്ത് വേണമെങ്കിലും ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ അതിനൊന്ന് ജോയിൻ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ ഇവരുടെ ക്ലാസ് റൂം കോഴ്സ് എന്ന് പറഞ്ഞാൽ LKG to +2 ആണ്. അക്കാഡമിക് ക്ലാസ്സസ് ആണ്. അതുപോലെ ആൾ സിലബസ് ഉണ്ട്. പിന്നെ നമുക്ക് കുഞ്ഞുങ്ങൾ എന്തെങ്കിലും സബ്ജക്റ്റിനൊക്കെ പുറകോട്ട് കാണുമല്ലോ, മാത്സ്, ഫിസിക്സോ കെമിസ്ട്രി, സയൻസ് അങ്ങനെയൊക്കെ. അതിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് മാത്രം മതി. മാത്രമല്ല പേരൻസും ടീച്ചേഴ്സും തമ്മിലുള്ള മീറ്റിംഗ് ഇടയ്ക്കിടയ്ക്ക് നടത്തും. അതിപ്പോൾ മോനുകുട്ടൻ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ടീച്ചർ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് അമ്മ അവിടെ നിൽപ്പുണ്ടോയെന്ന്. അപ്പം നമ്മളും ടീച്ചറും തമ്മിലും ഒരടുപ്പം വരും കേട്ടോ. അപ്പോൾ പിന്നെ ഇവരുടെ ഫൗണ്ടേഷൻ കോഴ്സിനെ പറ്റി പറയുകയാണെങ്കിലും LKG to +2 വരെ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇഷ്യൂ ഒക്കെ ഉള്ളവർക്ക് ഒരു 20-40 ദിവസത്തിനകം അതൊക്കെ ക്ലിയർ ആക്കി തരും. പിന്നെ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, അറബി ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ എല്ലാം സെറ്റാണ് കേട്ടോ. നമ്മുടെ കുട്ടികളുടെ ഒരു സ്റ്റൈല് അല്ലെങ്കിൽ അവരുടെ മൂഡ് എന്താണ് എന്നൊക്കെ ഈ സംസാരിക്കുമ്പോൾ കുറച്ച് നേരം കൊണ്ട് തന്നെ ടീച്ചറിന് പിടികിട്ടും. പിന്നെ ടീച്ചർമാർക്ക് അതിനുള്ള ട്രിക്ക് അറിയാമല്ലോ, അതിനനുസരിച്ചാണ് ഇവർ ക്ലാസ്സുകളെല്ലാം എടുക്കുന്നത് കേട്ടോ. ECPC കോഴ്സ് ആണെങ്കിൽ 100% പ്ലേസ്മെൻ്റ് ആണ്. 1 ഇയർ കോഴ്സാണ് കേട്ടോ. 6 മന്ത് ക്ലാസ്സും 6 മന്ത് ഇൻറ്റേർണൽഷിപ്പ് വിത്ത് പ്രൊഫഷണൽ ട്രെയിനിങ്ങും ആണ്. അപ്പം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ അറിയാൻ വേണ്ടി ഞാൻ കമൻറ്റ് ബോക്സിൽ അവരുടെ കോൺടാക്റ്റൊക്കെ പിൻ ചെയ്ത് വെക്കാം. മുത്തുമണീസ് ഏതെങ്കിലുമൊക്കെ കുഞ്ഞിക്കുരുന്നുകളെ ജോയിൻ ചെയ്യിപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം ജോയിൻ ചെയ്യിപ്പിക്കാം കേട്ടോ. and we all are sleeping. Oh, we all are sleeping. Okay, very good. മന്തി ഉണ്ടാക്കലിൻ്റെ ബഹളത്തിലാണ് ഫ്രണ്ട്സ്. ഈ പൊന്നൂസും മോനുകുട്ടനും അവിടെ പൂച്ചയായിട്ടുള്ള ബഹളം. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വന്നാൽ നമുക്ക് ഭയങ്കര തലവരിപ്പായിരിക്കും. ഞാൻ ഇന്ന് വിചാരിച്ചത് മൊത്തം വോയിസ് ഓവർ കൊടുക്കുന്ന വീഡിയോ എടുക്കാമെന്ന്, നടക്കുന്നില്ല. ഇന്ന് ആഗ്രഹം പറഞ്ഞ് മന്തി കഴിക്കാണ്. പക്ഷേ ഇത് സാധനം എല്ലാം മേടിച്ചോ 10,500. 1500. അന്നേരം ഈ എണ്ണം പറയാ അതിന് പകരം എന്നാ ഒരു ഹാഫ് മന്തി അങ്ങ് വാങ്ങിച്ചാൽ മതിയായിരുന്നു. അതാകുമ്പോൾ 450 രൂപയുള്ളൂ. അത് മതിയായിരുന്നു സത്യത്തില്. ഈ പാടും പെണ്ണും കഷ്ടപ്പെടണം. എന്ത് കഷ്ടം. അതാണെങ്കിൽ നല്ല രീതിയിൽ ആവുമെന്തോ. സത്യം എനിക്കറിയത്തില്ല കേട്ടോ നല്ല രീതിയിൽ ആവുമെന്ന് തോന്നുന്നു. കാരണം അവള് പരീക്ഷിക്കാനും പോവാ. അല്ല ഞാൻ ഇതുവരെ മന്തി ശരിയായില്ലെങ്കിൽ ഇവിടെ കൊണ്ട് ഞാൻ മൊത്തം തീറ്റിക്കും. ആദ്യമായിട്ടാ വെക്കുന്ന കേട്ടോ. ശരിയാവുമായിരിക്കും. ഞാൻ എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു ടേസ്റ്റ് കാണാതിരിക്കത്തില്ല.
ആ ഇനിയിപ്പോ വീഡിയോയിൽ പറയാം സൂപ്പർ. ചോറിട്ടേക്കിന് ടേസ്റ്റ് ആണ് കേട്ടോ. രണ്ടുപേരെയും കൊണ്ട് നമുക്ക് ഇങ്ങനെ അയപ്പിക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതയ്ക്കും. നിങ്ങൾക്ക് അറിയാമല്ലോ, അതിന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അല്ലെങ്കിൽ ഞാൻ ഒരു ഷോർട്ട് ഇടാം എന്തൊക്കെ സാധനം ഇടുന്നത് എന്നുള്ളത് ഒരു ഷോർട്ടിൽ കാണും. അല്ല ഇതാകുമ്പോൾ അല്ലെങ്കിൽ സ്പീഡിൽ പോത്തില്ല സംഭവം. വീഡിയോയിൽ ഒരുപാടായി പോവും, നിങ്ങൾക്ക് ബോറ് പഠിക്കും. നമുക്കിനി ബാക്കി അടുപ്പിലോട്ട് കയറുമ്പോ ബാക്കി എടുക്കാം. ക്യാപ്സിക്കം, അങ്ങനെ നമ്മുടെ മന്തി വേറെ വലിയ പാത്രമില്ല കേട്ടോ, അതുകൊണ്ട് ഈ ഉരുളി എടുത്തത്. മന്തി ഇതേ സെറ്റാക്കാൻ വേണ്ടി ഞങ്ങൾ ഈ കറി വെക്കുന്ന പീസ് പോലെ മേടിച്ചത് കേട്ടോ. കാരണം കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ മേടിച്ചത്. അല്ലെങ്കിൽ ഞങ്ങൾ കട്ട് ചെയ്യണം, വലുത് മേടിച്ചത്, അതുകൊണ്ട് ഇങ്ങനെ മേടിച്ചു. ഇങ്ങനെ നമ്മൾ ദമ്മിടാൻ പോവാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബാക്കി റൈസും കൊണ്ടിട്ടിട്ട് ദമ്മിടാം അല്ലേ ഉണ്ടായി. അപ്പോൾ നമ്മുടെ മന്തി സെറ്റായിട്ടുണ്ട്. അപ്പം ഇനി ഇതിനടിയിൽ നിന്ന് ചിക്കൻ എടുക്കണം കേട്ടോ, എന്നാലല്ലേ ചോറ് മിക്സ് ചെയ്യാൻ പറ്റൂ. അങ്ങനെ അല്ലയോ, പിന്നെ എങ്ങനെയാ? അപ്പം നമ്മുടെ ചിക്കനൊക്കെ മാറ്റിയിട്ട് നമ്മുടെ മുകളിലത്തെ ചോറ് താഴത്തെ റൈസുമായിട്ട് നമ്മൾ മിക്സ് ചെയ്യുക കേട്ടോ. ഇതിപ്പോൾ സത്യത്തിൽ നമുക്കൊരു ചിക്കൻ ബിരിയാണിയുടെ ലുക്കുണ്ട്, കാരണം മന്തി അരി അല്ല കേട്ടോ, ബിരിയാണി അരിയാണ്. അതുകൊണ്ട് ഇങ്ങനെ അരി കിട്ടിയില്ല. അത് കിട്ടിയില്ല, സാരമില്ല കേട്ടോ, കിട്ടേണ്ട വരും. ബിരിയാണി മോനക്കൂട്ടൻ എൻ്റെ അടുത്ത് മയോനൈസ് ഞാൻ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. കുഞ്ഞിപ്പൂവാണോ കഴിക്കാൻ? നമ്മൾ ദാ വരുന്നേ. പൊന്നൂസ് മോനോട്ടനെ കഴിച്ചിട്ട് പറ എങ്ങനെയുണ്ട്, നീ എങ്ങനെയുണ്ട്? ഓ കഴിച്ച് നോക്ക്. മയോനൈസ് ഞാനിപ്പോൾ ഉണ്ടാക്കിയതാ കേട്ടോ ഫ്രണ്ട്സ്. എങ്ങനെയുണ്ട് കണ്ണാ? അടിപൊളിയാണോ? കൊള്ളാവടി. അപ്പോൾ അതേ പൊന്നൂസും മോനുകുട്ടനും കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുവാണ്. ഞങ്ങളിതേ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കാണാം കേട്ടോ. പിന്നെ മയോണൈസ് കഴിച്ച് നോക്കട്ടെ. ഓ നിക്കി, ഞാൻ ഒന്ന് കഴിച്ച് നോക്കട്ടെ അണ്ണേ, ഞാൻ പറയട്ടെ ഉണ്ടെന്ന്. അടിപൊളിയെന്ന് പറഞ്ഞു. അതെ, ബാലൻസ് കുറച്ച് ചോറുണ്ട് ഫ്രണ്ട്സ്, പക്ഷെ അത് തട്ടിയില്ല കേട്ടോ. അതെ കൊള്ളാം അണ്ണേ, കുഴപ്പമില്ല. മന്തിയുടെ ഒരു അത് വന്നു, കാരണം നമ്മളില്ല ബിരിയാണി ആയിട്ടാ തോന്നുന്നത്. മന്തിയുടെ ടേസ്റ്റ് വന്നു, കാരണം നമ്മള് മന്തി മസാല ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ മാഗി ക്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ട് അതിന്റെ ഒരു ഫ്ലേവർ കിട്ടി. മറ്റേ തക്കാളി 9:45 8 മണിക്ക് ഭക്ഷണം കഴിക്കുന്നേ. പിള്ളേര് ആയോ എന്ന് ചോദിച്ചിരിക്കുകയായിരുന്നു. കൊള്ളാം കേട്ടോ. അതെ അടിപൊളിയില്ല, കൊള്ളാം മനസ്സാടി പോളി. എന്നിട്ട് ഞാൻ വരാം കേട്ടോ, അതാ ഇപ്പം വരാം. അങ്ങനെ 10 മണി ചോറ് കഴിച്ച് അനങ്ങാൻ വയ്യ, ഭയങ്കര എന്തോ ശ്വാസം മുട്ടെന്ന് പറയാം. കാരണം നമ്മളിപ്പോൾ പുറത്ത് പോയി കഴിച്ചാൽ തന്നെയും ഞങ്ങളൊരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പോവും. അതുപോലെ വീട്ടിൽ കഴിക്കുവാണെങ്കിലും ഒരു 8 മണിക്ക് മുമ്പ് എങ്ങനെയെങ്കിലും കഴിക്കും കേട്ടോ. ഇന്നിപ്പോൾ വെച്ച് വന്നപ്പോൾ 9:45 അപ്പോൾ താമസിച്ച് നമുക്ക് കഴിക്കുമ്പോൾ വിശപ്പും കെട്ടുപോകും. അതുപോലെ തന്നെ ഇതുപോലെ നല്ലപോലെ കഴിക്കാനും പറ്റത്തില്ല, ശ്വാസം പൊട്ടും. അപ്പോൾ വെള്ളച്ചോറും രസവും ഒക്കെ ബാക്കി ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് ഓരോരോ കൊതി തോന്നുമ്പോഴുള്ള പാടുകൾ. എന്തായാലും മന്തി ഉദ്ദേശിച്ചു, പക്ഷെ മന്തി പോലെ ആയില്ല, ബിരിയാണി പോലെ ആയത്. പക്ഷെ ടേസ്റ്റ് മന്തിയുടെ ആയിരുന്നു. മാഗി ക്യൂബ്, മന്തി മസാല ഒക്കെ ഇട്ടതിൻ്റെ. ബിരിയാണിക്ക് നമ്മൾ വേറെ മസാലയാണല്ലോ ഇടുന്നത്. പിന്നെ അതുമല്ല, പിന്നെ മന്തിയുടെ അരിയല്ലല്ലോ, അതുകൊണ്ട് കാരണം വെച്ചാൽ ബിരിയാണി അരി ആയതുകൊണ്ടാണ് അങ്ങനെ കിടക്കുന്നത്. മന്തി അരി ആണെങ്കിൽ നല്ല നീണ്ടു ഭയങ്കര വലുതായിട്ട് ഒട്ടത്തൊന്നുമില്ല, അങ്ങനെ കിടക്കുമല്ലോ. 2-3 കടയിൽ ചോദിച്ചാൽ മന്തി അരി ഇല്ലായിരുന്നു. അങ്ങനെ ബിരിയാണി അരി വാങ്ങിച്ച് നേരത്തെ ബിരിയാണി വെച്ചതിൻ്റെ അരിയും ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് ഷോപ്പിങ്ങിന് പോയതൊന്നും കാണിക്കാൻ പറ്റില്ല, കാരണം ഞാൻ ഈ ഫോൺ വെച്ച് മറന്നു പോയതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താൻ പറ്റില്ല. എന്നാൽ കുഞ്ഞു ഒരു ദിവസം 3/4 സംഭവങ്ങളൊക്കെ ഒപ്പിയെടുക്കാൻ പറ്റി. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. മുത്തുമണീസ്. അപ്പം നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം കേട്ടോ. ടാറ്റ, ബൈ ബൈ, ലവ് യു സോ മച്ച്. ടാറ്റ.